നിന്റെ ഈ സംസാരവും രീതിയും കൊണ്ട് തന്നെ അഷിതേ നിനക്ക് ആരുടെ കയ്യിൽ നിന്നും ഒരു റെസ്പെക്റ്റും കിട്ടാത്തത്. ഓ, എനിക്കിനി ആരുടെ ഔദാര്യം കൊണ്ട് ഒന്നും വേണ്ടേ? ഉള്ളതൊക്കെ ദേ ഈ നിൽക്കുന്ന ഇവക്ക് തന്നെ കൊടുത്തോ. ഞാൻ ഇവിടുന്ന് പോയാലും എനിക്കൊന്നും വരാനില്ല. പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതേ എന്റെ വീടാ. ഇവിടെ എനിക്ക് താല്പര്യമില്ലാത്ത ആരും നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ദ്രപ്രസ്ഥം എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും ഇവിടെ തന്നെ താമസിക്കും. നിനക്ക് അവകാശപ്പെട്ടതോ എന്ന് ആര് പറഞ്ഞു? അത് മറ്റാരും പറയേണ്ട കാര്യമില്ല. എന്റെ അച്ഛൻ നിങ്ങളാണ്. നിങ്ങൾ എന്നെ മകനായി അംഗീകരിക്കുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. കിരൺ, ഒന്ന് പതിയെ പറ, എല്ലാരും കേൾക്കും. ആ ഓർമ്മ ഞങ്ങൾക്ക് മാത്രം മതിയോ ചേച്ചി? ഞാനും ദുർഗയും ആരോടും വഴക്കിന് പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് സ്വൈര്യം തരാതെ ഇങ്ങോട്ട് വഴക്കിന് വന്നാ അതിന് നിന്ന് തരികയില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞു ഈ ജന്മത്തെ ഞാൻ ഇവനെ അംഗീകരിക്കില്ലെന്നോ. അത് സ്വപ്നം കണ്ട് ആരും ഇവിടെ നിൽക്കണ്ട. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് പൃഥ്വിയാ. നിങ്ങളൊരു മനുഷ്യനാണോ? ജന്മം നൽകിയ മകനെ തള്ളി പറയാൻ എങ്ങനെ സാധിക്കുന്നു? കിരൺ പ്ലീസ്, ചെറിയച്ഛന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. എന്തിന്? കിരണിനെ മനസ്സിലാക്കാത്ത ആളെ കിരൺ എന്തിനു മനസ്സിലാക്കണം? ലൈഫിന്റെ പകുതിയോളം ആസ്വദിച്ച് ജീവിച്ച ആളല്ലേ ഇദ്ദേഹം. സ്വന്തം മകന് വേണ്ടി ഒന്ന് താണു കൊടുക്കാൻ മനസ്സ് വരുന്നില്ലല്ലോ. ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാതെയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതിന് ഒരേ ഒരു കാരണം എനിക്ക് ജന്മം നൽകിയ ഈ മനുഷ്യനാണ്. എന്ത്? നിനക്ക് ഞാൻ ജന്മം തന്നോ? നിന്റെ അമ്മ അച്ഛനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് കരുതി നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും തന്തയായിട്ട് തെരഞ്ഞെടുക്കാവുന്നോ? ചെറിയച്ഛ സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല, നീ എന്ത് ചെയ്യൂടാ? എന്നെ കൊല്ലുവോ? എന്നാ കൊല്ലടാ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ. എന്റെ ശവമല്ല അവരെ കാണുന്നത്. കാണട്ടെ, കണ്ട് സന്തോഷിക്കട്ടെ. തൊട്ടുപോരുന്നെ. വേണ്ട, മതി, ഇങ്ങോട്ട് വന്നേ. കിരൺ വേണ്ട, വേണ്ട, ഇപ്പൊ പോകണ്ട. വേണ്ട, അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ. സൂക്ഷിച്ച്. ചെറിയച്ച, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാലോ? ഇത്രയും ടെൻഷനായ സ്ഥിതിക്ക് ചിലപ്പോ പ്രഷർ വേരിയേഷൻ ഒക്കെ വന്നു കാണും. വേണ്ട മോളെ, റെസ്റ്റ് എടുത്ത് മാറിക്കോളും. അത് ശരി, അവരോട് സംസാരിച്ച് ഇവിടുന്ന് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടുന്ന് സംസാരിച്ചിരിക്കുകയാണോ? അതോ അവരെ പറഞ്ഞയച്ചോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മറുപടി പറയാതിരുന്നാൽ എന്താ എന്റെ അർത്ഥം? ഓ, അപ്പോൾ അവരിവിടുന്ന് പോവില്ല അല്ലേ? അതല്ലേ നിങ്ങൾ മിണ്ടായിരിക്കുന്നേ? പൃഥ്വി, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നേ? ഇവിടെ നടക്കുന്നതൊക്കെ ചേച്ചി കാണുന്നതല്ലേ? നിങ്ങൾ എന്തിനാ അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തെ. ആ കിരണനെ ഉണ്ടല്ലോ, കണ്ണി കാണുന്നതന്നെ എനിക്ക് വെറുപ്പാ. അവരെ കാണുമ്പോഴേ ഉള്ളംകാലിൽ നിന്ന് പെരുത്ത് കയറുക. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇത് വലിയ കഷ്ടമാണ് ചേച്ചി. നിങ്ങൾ എന്റെ ഭാഗത്തൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ വീട്ടിൽ ആരുമല്ലാത്തവരെ ഇവിടെ കയറ്റി താമസിപ്പിച്ച് വീട്ടിലുള്ളവർ ടെൻഷൻ കൂടി വെളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതെവിടുത്തെ ന്യായമാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ, നീ പറയുന്നൊന്ന് കേക്ക് മോളെ. അശി, മോളെ നിക്ക്. മോളെ, അമ്മ പറയുന്നൊന്ന് കേക്ക്. അഷിതേ, എന്താ ഇത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വേണ്ട മോളെ, നീ ഇങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത്. അതെ, ഇങ്ങനെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോന്നൊന്നും അത്ര നല്ല കാര്യമല്ല. വേണ്ട, ആരും ഒന്നും പറയണ്ട.
നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് ദുർഗയും കിരണുവാ. ആ സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്തിനാ അഷിതേ നിനക്കിങ്ങനെ ദുർവാശി? തെറ്റ് നിന്റെ ഭാഗത്താന്ന് നിനക്കറിയാലോ. സ്വന്തം ചേച്ചി അതൊന്ന് തിരുത്താൻ നിന്നെ ഒന്ന് ഗുണദോഷിച്ചൊന്ന് കരുതിയാ പോരെ? പൂർണിമ, പിന്നെയും പിന്നെ ദുർഗ ഇവളുടെ ചേച്ചിയാണെന്ന രീതിയിൽ സംസാരിക്കല്ലേ. എന്റെ മോളെ അടിക്കാനും ഗുണദോഷിക്കാനും ദുർഗയ്ക്ക് ഒരു അവകാശവും അധികാരവും ഇല്ല. ശോ, നിങ്ങൾ എന്താ എന്റെ ഇങ്ങനെ തുടങ്ങുന്നേ? അഷിതയ്ക്ക് പ്രായവും പക്വതയും കുറവാണെന്നെങ്കിലും വെക്കാം. പക്ഷെ ഇത്രയും ജീവിതാനുഭവം വിവരമുള്ള നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും? ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാവോ? പിന്നെ ഞാൻ ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യാനാ? എന്റെ മോൾ ഇവിടെ വല്ലവരും തല്ലുകൊണ്ട് ജീവിക്കുന്ന അറിഞ്ഞ് സന്തോഷിക്കണം. ഇത് ശരിയാവില്ല. ഞാൻ എന്റെ മോളെ കൊണ്ടുപോയിക്കോളാം. അഷി, ഞാൻ നിന്നെ തല്ലിയതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയാം. ഇത്രയും ചെറിയൊരു കാര്യത്തിന് നീ ഇങ്ങനെ വീട് വിട്ടു പോകരുത്. നിർത്തടി. നീ എന്നോട് സംസാരിക്കാൻ വരരുത്. എന്നെ തല്ലിയതല്ല ഇവിടുത്തെ പ്രശ്നം. നീയാ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അവൾ ഉപദേശിക്കാൻ വരുന്നു. നീ ആരാണോ നിന്റെ വിചാരം? നീ ഒറ്റ ഒരുത്തിയാ ഈ വീട്ടിലെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കുന്നേ. നിന്നെ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നീ വന്നേ പിന്നെ ഞാൻ ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇത്രയൊക്കെ എന്നെ ദ്രോഹിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഈ വീട്ടിലെ മരുമകൾ ഞാനാ. പക്ഷെ അതിന്റെ ആദരവും ബഹുമാനവും സ്ഥാനങ്ങളും എല്ലാം നിനക്കും. അതെങ്ങനെ നിനക്ക് കിട്ടുന്നു? ഒന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അമ്മേ, നമുക്ക് ഇറങ്ങാം. നിക്ക്. നിന്റെ ഈ സംസാരവും രീതിയും കൊണ്ട് തന്നെ അഷിതേ നിനക്ക് ആരുടെ കയ്യിൽ നിന്നും ഒരു റെസ്പെക്റ്റും കിട്ടാത്തത്. ഓ, എനിക്കിനി ആരുടെ ഔദാര്യം കൊണ്ട് ഒന്നും വേണ്ടേ? ഉള്ളതൊക്കെ ദേ ഈ നിൽക്കുന്ന ഇവക്ക് തന്നെ കൊടുത്തോ. ഞാൻ ഇവിടുന്ന് പോയാലും എനിക്കൊന്നും വരാനില്ല. പക്ഷേ ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിനും പൃഥ്വിക്കും അതൊരു വലിയ നാണക്കേട് തന്നെയായിരിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാ നിൽക്കുന്ന കണ്ടില്ലേ? ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ പോയാലോ ആരുടെ ജീവിതം നശിച്ചാലോ ഇവിടെ ആർക്കും ഒരു കുലുക്കം ഉണ്ടാവില്ല. ദുർഗയ്ക്കും കിരണിനും ഒന്നും സംഭവിക്കാതിരുന്നാ മതി. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, പോവാ.